ഇനി കാർഷിക വാർത്തകൾ. കൂൺ ഗ്രാമം പദ്ധതി സജീവമാക്കി കേരളം. ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന കൂൺ ഇനങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് വിദഗ്ധ സംഘത്തെ ഹിമാചലിലേക്ക് അയക്കും. പ്രോട്ടീൻ കലവറയായ കൂൺ ഭക്ഷണക്രമത്തിന്റെ ഭാഗമാക്കുന്നത് ജീവിതശൈലി രോഗങ്ങളോടൊപ്പം ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്കെതിരെ പ്രതിരോധം തീർക്കാൻ സഹായിക്കുമെന്ന് സംസ്ഥാന കൃഷിമന്ത്രി പി പ്രസാദ് കൂൺ ഗ്രാമം പദ്ധതി സംരംഭം വട്ടിയൂർക്കാവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൂൺ കൃഷി മേഖല വളരെയധികം ആദായകരമാണെന്നും മന്ത്രി വ്യക്തമാക്കി. കാർഷിക മേഖലയിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്കും യുവാക്കൾക്കും ഉൾപ്പെടെ മികച്ച വരുമാന മാർഗമായി സ്വീകരിക്കാവുന്ന മേഖലയാണ് കൂൺ കൃഷി. ഈ സാധ്യത കണ്ടുകൊണ്ടാണ് കൂണിന്റെ ലഭ്യത സംസ്ഥാനത്തുടനീളം ഉറപ്പാക്കുന്നതിനും കൂണിന്റെ വിതരണ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിനുമായി കൂൺ ഗ്രാമം എന്ന ബൃഹത് പദ്ധതി കൃഷിവകുപ്പ് നടപ്പിലാക്കിയതെന്നും മന്ത്രി പറഞ്ഞു. കൃഷിവകുപ്പും സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷനും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയിലൂടെ 30 കോടിയിലധികം രൂപ ധനസഹായം നൽകിക്കൊണ്ട് സംസ്ഥാനത്തുടനീളം 100 കൂൺ ഗ്രാമങ്ങൾ സ്ഥാപിക്കാനാണ് ലക്ഷ്യമിടുന്നത്. 100 ചെറുകിട കൂൺ ഉൽപാദന യൂണിറ്റുകൾക്ക് പുറമെ 2 വൻകിട കൂൺ ഉൽപാദന യൂണിറ്റും 1 കൂൺ വിത്തുൽപാദന യൂണിറ്റ്, 3 കൂൺ സംസ്കരണ യൂണിറ്റ്, 2 പാക്ക് ഹൌസ്, 10 കമ്പോസ്റ്റിംഗ് യൂണിറ്റ് എന്നിവ ചേർന്നതാണ് ഒരു സമഗ്ര കൂൺ ഗ്രാമം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. അവധി വ്യാപാരത്തിൽ റബ്ബറിന് നേട്ടം. ലോകരാജ്യങ്ങളിൽ റബ്ബർ ഉൽപാദനത്തിൽ ഇടിവുണ്ടാകുന്നത് വിലക്കയറ്റത്തിന് അവസരം ഒരുക്കിയേക്കും. വിനിമയ വിപണിയിലെ ചെറുചലനങ്ങൾ പോലും ഏഷ്യൻ റബ്ബർ മാർക്കറ്റിനെ പ്രകമ്പനം കൊള്ളിച്ചു. ഡോളറിന് മുന്നിൽ യെന്നിന്റെ മൂല്യത്തിൽ സംഭവിച്ച മാറ്റങ്ങൾ റബ്ബർ അവധി വിലകളിൽ വൻ ചാഞ്ചാട്ടം സൃഷ്ടിച്ചത് കണ്ട് ടയർ കമ്പനികൾ ചരക്ക് സംഭരണത്തിൽ നിന്നും അല്പം അകന്നു നിന്നു. അതേസമയം മുഖ്യ ഉൽപാദന രാജ്യങ്ങൾ പ്രതികൂല കാലാവസ്ഥ മുൻനിർത്തി ടാപ്പിംഗിൽ നിന്നും പിന്തിരിയാനുള്ള തയ്യാറെടുപ്പിലാണ്. തായ്ലൻഡ് അടക്കമുള്ള രാജ്യങ്ങളിൽ ഉൽപാദനം കുറയുന്നത് വിലക്കയറ്റത്തിന് കാരണമാകുമെന്നാണ് കണക്കാക്കുന്നത്. തായ് മാർക്കറ്റായ ബാങ്കോക്കിൽ വാരാന്ത്യം ഷീറ്റ് വില കിലോ 207 രൂപയിലാണ്. വിദേശ മാർക്കറ്റ് നിരക്ക് ഉയർന്നെങ്കിലും ഇന്ത്യൻ ടയർ നിർമ്മാതാക്കൾ കരുതലോടെയാണ് ഓരോ നീക്കവും നടത്തുന്നത്. ഉയർന്ന താപനിലയിൽ ഒട്ടുമിക്ക ഭാഗങ്ങളിലും ടാപ്പിംഗ് സംഭവിച്ചതിനാൽ തിരക്കിട്ടുള്ള ചരക്ക് സംഭരണം 4ാം ഗ്രേഡിന്റെ വില കിലോ 200 രൂപയ്ക്ക് മുകളിൽ എത്തുമെന്ന നിഗമനത്തിലാണ് വ്യവസായികൾ. എന്നാൽ ഈ നീക്കം തടയാനുള്ള അണിയറ നീക്കങ്ങൾ വ്യവസായ ലോബി നടത്തുന്നതായാണ് വിപണി വൃത്തങ്ങളിൽ നിന്നുള്ള സൂചന. വാരാന്ത്യം 4ാം ഗ്രേഡ് കിലോ 190 രൂപയിലും 5ാം ഗ്രേഡ് 187 രൂപയിലുമാണ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഗുജറാത്തിലും പഞ്ചാബിലും പരുത്തി ഉൽപാദനത്തിൽ ഇടിവ്. കോട്ടൺ അസോസിയേഷൻ ഓഫ് ഇന്ത്യ വിള പ്രവചനം വെട്ടിക്കുറച്ചു.